കൽപ്പാത്തി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുഷ്ഠാന കലകളുടെ അപൂർവ അനുഭവം. പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് തീർത്ത ഭഗവതിക്കളവും നന്ദുണിയുടെ നാദമുഴുക്കിൽ അരങ്ങേറിയ കളമ്പാട്ടും നേരിൽ കണ്ട വിസ്മയാനുഭവവുമായി വിദ്യാർത്ഥികൾ. അനുഷ്ഠാന കലകളെ അടുത്തറിഞ്ഞ് അവയുടെ പാരമ്പര്യ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും കുമരംപുരം TTIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളമ്പാട്ട് ശില്പശാലയാണ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറിയത്. കേരളത്തിന്റെ സമ്പന്നമായ അനുഷ്ഠാന കലാരൂപങ്ങളിലൊന്നായ കളമെഴുത്തുപാട്ടിന്റെ ആചാരപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ പരിചയപ്പെടുത്തിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ലോക റെക്കോർഡ് ജേതാവും പ്രശസ്ത കളമെഴുത്തുപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാല നയിച്ചു. അനുഷ്ഠാന കലകളാണ് ജനകീയമാവേണ്ടത്. ഇപ്പോൾ ഒരു നാടൻ പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും ഇന്നതാണ്. ഒന്നോ രണ്ടോ വരി പദം പാടാൻ പറഞ്ഞാൽ അതും പാടും. നേരെ കുറിച്ചൊരു കളമ്പാട്ട് എന്താണ് അതിൻ്റെ ഭാഷാ ശൈലി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ദുർലഭം കുട്ടികൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമാണ് എന്ന് പറയുന്നു. ഏതായാലും ഇതിൻ്റെ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ കളമ്പാട്ട് നടത്തുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. പാട്ടരങ്ങ് എന്നാണ് ഈ സ്ഥലത്തിന് പേര് പറയുക. കളമ്പാട്ട് നടത്തുന്ന സ്ഥലത്തിന് പാട്ടരങ്ങ്, അതല്ലെങ്കിൽ പാട്ടുകൊട്ടിൽ എന്നൊക്കെ പറയാറുണ്ട്. പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ച് ഭഗവതിയുടെ കളം വരച്ചതും തുടർന്ന് അതിനോടനുബന്ധിച്ചുള്ള കളമ്പാട്ടും ചടങ്ങുകളും വിദ്യാർത്ഥികൾക്ക് പുതുമയേറിയ കാഴ്ചയായി. കളമ്പാട്ടിന്റെ ഉത്ഭവം, അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരരീതികൾ, അനുഷ്ഠാനക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ശ്രീനിവാസൻ വിശദമായി വിവരിച്ചു. ഓരോ നിറത്തിന്റെയും പ്രാധാന്യം, കളം വരയ്ക്കുന്നതിലെ ചിഹ്നാത്മകത, ദേവാരാധനയുമായി കളമ്പാട്ടിനുള്ള ബന്ധം എന്നിവ കുട്ടികൾക്ക് ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചു. നന്ദുണി ഉപയോഗിച്ചുള്ള പരമ്പരാഗത കളമ്പാട്ട് അവതരണവും ശില്പശാലയ്ക്ക് മിഴിവേകി. തുൽപാട്ടിനിടയിൽ വന്നുടഞ്ഞാണുതൊഴുന്ന അരയാരിൻ നിലയൊത്തൊരുതരം കൈതൊഴുന്ന കലർശാരനൊഴിയുന്ന ചുഴിവോ കൈതൊഴുന്ന മേയുക്കുന്നിനെ വെന്നം തിരുമൂലാതൊഴുന്ന മേളംദാരികൾ മാറിൽ മണിമാലാതൊഴുന്ന തൃക്കൈയിലിളകുന്ന വളഞ്ഞവാൾ തൊഴുന്ന. വിദ്യാർത്ഥികൾക്ക് കലാരൂപത്തെ അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ സാധിച്ചതാണ് ശില്പശാലയുടെ പ്രധാന പ്രത്യേകത. പുസ്തകങ്ങളിലൂടെയും ക്ലാസ് മുറികളിലൂടെയും മാത്രം പരിചയപ്പെടുന്ന കലാരൂപങ്ങളെ നേരിൽ കാണാനും അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. അനുഷ്ഠാന കലകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പുതിയ തലമുറയിലേക്ക് അവ കൈമാറേണ്ട ഉത്തരവാദിത്വവും പരിപാടിയിലൂടെ പങ്കുവയ്ക്കപ്പെട്ടു. ശ്രീനിവാസന്റെ 308ാമത് കളമ്പാട്ട് ശില്പശാലയായും ഈ പരിപാടി ശ്രദ്ധേയമായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശ് പാറപ്പുറത്ത്, കുമരപുരം TTIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ ശില്പശാലയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.